Many happy returns of the day. വരണം വരണം മാണിക്യ സാർ, എന്നെ അനുഗ്രഹിക്കൂ. God bless you. ഇരിക്കൂ സാർ. Get back, get back. ലേഡീസ് ആൻഡ് ജെന്റ്സ്, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ തങ്കച്ചി വല്യമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെ ഏവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മ ഒരു പാട്ടിടാൻ കൊടുക്കണേ ആൾ. പാട്ട് പാടുന്നതായിരിക്കും. ഒരു പാട്ടിടൂ. ജ്ഞാനപ്പഴത്തെ പിന്ത് നമസ്കാരം വല്യമ്മ. അല്ല വിനോദോ, എന്തുണ്ട് വിശേഷം? ഞാൻ അമ്മാവനെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാ. ഇവിടേക്കുള്ള വഴി നീ മറന്നിട്ടുണ്ടാവുമെന്ന് കരുതി. പേരുകേട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനല്ലേ? ഇപ്പോഴെങ്കിലും ഈ വലിയമ്മാവനെ വന്ന് കാണാൻ തോന്നിയല്ലോ. ഞാൻ ഇപ്പൊ വന്നത് വല്യമ്മാവനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി. എന്താ അത്? അമ്മാവന്റെ ആ 2 കാര്യസ്ഥന്മാരുണ്ടല്ലോ, കോശയും കുഞ്ഞുമാമ്പതുമോ? അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. വല്യമ്മാവൻ വിചാരിക്കും പോലെ അല്ല അവരെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിൽ കൂടുതലായി ഒന്നും പറയാനില്ല. അമ്മാവനൊരു ഹിന്റ് തരാമെന്ന് കരുതി, അത്രമാത്രം. എനിക്കിനി കൂടുതലായി ഒന്നും പറയാനില്ല. ഞാൻ പോകുന്നു. ഇത് പറയാനായിരുന്നെങ്കിൽ നിനക്കൊരു കത്തയച്ചാ പോരെ? കത്തയച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ല. ഇതിനു മുമ്പ് 1-2 കത്തുകൾ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവരോട് അസൂയ. ബോസ് നമ്മൾക്ക് വരാൻ പറഞ്ഞു. നമ്മളെ കാണാൻ വിളിച്ചതാണോ അതോ വല്ലതും പറയാൻ വിളിച്ചതാണോ പണ്ടാരം? ഇത് കിടക്കുന്ന കൂടെ ആർക്കില്ലേടാ? അയ്യോ, അങ്ങനെ പറയരുതേ. ബോസ് പറഞ്ഞിട്ടുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. செஞ்சதில்ல? ഇല്ല. நான் வான்னு சொன்னேன். പറഞ്ഞു. நீங்க வந்தீல்ல? വന്നു. உட்கார சொன்னா? ഇല്ല. நான் சொல்லாத காரியத்தை ஏட்டா பண்ண. എനിക്ക് ആരെയും വഞ്ചിക്കുന്നതോ ദ്രോഹിക്കുന്നതോ ഇഷ്ടമില്ല. മറിച്ച് എല്ലാവരെയും സഹായിക്കണം, പ്രത്യേകിച്ച് സമൂഹത്തിലെ പാവപ്പെട്ടവരെ. വേണം. തിരുമൽ ദേവ എല്ലാവരെയും സഹായിക്കാൻ കൊടുക്കണം. யாரு? തിരുമൽ ദേവ, ഈ പണ്ടാരക്കാരിൽ നമ്മളെ തള്ളി നാശമാക്കി. പണ്ടാരം നിന്നെ 3 ദിവസത്തിനകത്ത് പാമ്പ് കടിക്കും, നോക്കിക്കോ. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് പിടിക്കും, നോക്കിക്കോ. സാറ് പുതിയതായിട്ട് ഈ സ്റ്റേഷനിലോട്ട് സ്ഥലം മാറി വന്നതല്ലേ? അതുകൊണ്ട് ഈ വേലായുധൻ തമ്പിയുടെ അതിക്രമങ്ങളെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. സാർ, ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ വീടിന്റെ വേലി അയാൾ പൊളിച്ചു, എന്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, എന്റെ അച്ഛൻ അയാൾ തല്ലിച്ചതച്ചു. ചേച്ചി ഇങ്ങനെ കരഞ്ഞാലോ? ഞാൻ തമ്പിയെ കണ്ട് സംസാരിച്ചു നോക്കാം. സംസാരിച്ചു നോക്കണം. അച്ഛയ്ക്ക് സാറ് മർദ്ദനമുറ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിന് സർക്കാരിൽ നിന്നും സാറിന് അവാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാ എനിക്ക് സാറിൽ കൂടുതൽ വിശ്വാസം. സാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നമുക്കത് ആ ചായക്കടയിൽ നിന്ന് ഒരു ചായ കൂടെ കുടിച്ചിട്ട് പോവാം. വേണ്ട. സോറി, മറ്റുള്ളവരുടെ ചെലവില് സാർ ഒരു ചായ പോലും വാങ്ങി കഴിക്കില്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല. സാറ് എന്റെ ചായയുടെയും കൂടെ കാശ് കൊടുത്തോണം. താങ്ക് യു സാർ. എന്താ സാറ് കുടിച്ചാട്ടെ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാം. എന്നാ ഹലോ, ആരാണ്? ഹലോ, നമ്മൾ തമ്മില് നേരിട്ട് പരിചയമില്ല. എന്റെ പേര് അഡ്വക്കേറ്റ് ചന്തു മേനോൻ. ഞാൻ നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് വിളിച്ചത്. എന്താ കാര്യം? ആ അഴകപ്പനെ
നിങ്ങൾ പോക്കറ്റ് അടിക്ക് പിടിപ്പിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനും അവന്റെ ഒരു പെർമനന്റ് ശത്രുവാണ്. അവനിപ്പോ എവിടെയുണ്ട്? ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ തമ്പിയെ ഇപ്പൊ വിളിച്ചത്. അഴകപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ പോലീസ് വേഷത്തിൽ ഒരു നാടക നടനെയും കൂട്ടിയാണ് വരവ്. എന്ത് നാടക നടൻ പോലീസ് വേഷത്തിൽ വന്ന് എന്നെ വരട്ടെ? ഈ വേലായുധം തമ്പിയെ? അതെ, കള്ള പോലീസുമായിട്ട് വന്ന് നിങ്ങളെ വരട്ടാനാണ് അഴകപ്പന്റെ പരിപാടി. ശരി, വരട്ടെ. ബാക്കി ഞാൻ ഏറ്റു. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ള എനിക്കറിയാം. യു ആർ വെരി കേപ്പബിൾ, ഐ നോ. സാർ, തമ്പി ഒരു വല്ലാത്ത പ്രകൃതക്കാരനാണ്. അതുകൊണ്ട് സാർ അയാളോട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ അയാൾ സാറിനെ ഉപദ്രവിച്ചെന്നിരിക്കും. എന്നെ ഉപദ്രവിക്കാനോ? അസലായി. എന്താ തമ്പി, ഇവൻ പറയുന്നതൊക്കെ ശരിയാണോ? എന്താ ശരിയാണെങ്കിൽ നീ തിന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനും കുറെ നാടകക്കാരൊക്കെ കണ്ടിട്ടുള്ളതാ. എന്റെ സ്വഭാവം മാറും. അയാളെന്നെ അടിക്കരുത്. എന്നെ വേണമെങ്കിൽ അടിച്ചോ. എന്നെ അല്ല, എന്റെ ഈ കുപ്പായത്തിനാണ് അവമാനിച്ചത്. ശ്രമിക്കണം സാർ. ഒറിജിനൽ പോലീസ് മനസ്സിലായില്ലേ? ഒരു ചന്തുമേനോൻ വിളിച്ചിരുന്നോ? ഇതേപോലെ പല ചന്തുമേനോനും വിളിക്കും. വരണം സാർ. എന്താ വേല ഇതവിടെ? ഒന്നുമില്ല ചേച്ചി, ഞാനിവിടെ പട്ടിക്കുട്ടിയെ കളിക്കേന്. അയ്യോ ഒന്നേ. എന്നെ കണ്ട ഒരു മോഹൻലാൽ സ്റ്റൈൽ ഉണ്ടല്ലേ? മോഹൻലാൽ ഉണങ്ങിയ പോലെ ഉണ്ട്. ചെത്തിട്ട് വേഷം കണ്ടില്ലേ? അധിപതിയല്ലേ അവൻ? ചെത്തെന്ന് പറഞ്ഞാൽ മോശമാണെന്ന് വിചാരിച്ചു. ചെത്തി തന്നെ നടക്കുമെന്ന് കഴിഞ്ഞാൽ അന്തിക്കളെടുക്കാൻ സമയമായി. അവൻ അവിടെ പുറത്തൊഴിൽ പറഞ്ഞില്ല. ഞങ്ങളുടെ മാനങ്ങളായിരുന്നു. തെങ്ങ് കണ്ടപ്പം പിന്നെ വേറൊന്നും വിചാരിക്കാതെ ഞാനും കേറിപ്പോയി എന്ന് വിചാരിച്ചേ ആക്കാതെ കേട്ടാ. ഇവനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തെങ്ങ് അവന്റെ കണ്ണി പെട്ട അവൻ കേറിയിരിക്കും. അവന്റെ വേഷവും പരിസരവും ഒന്നും അവന് പ്രശ്നമല്ല. അതെ, ഈ തെങ്ങുമായി എന്റെ ജീവിതത്തോട് അത്രമാത്രം അഭേദ്യമായ ഒരു ബന്ധമായി പോയി. അതുകൊണ്ടല്ലേ തന്നെയല്ല അന്തികൾ എടുക്കേണ്ട സമയമായി. ഇന്നിപ്പോ ലീവാന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. കള്ളനാശം. ഇക്കണക്കിന് തെങ്ങൊന്നുമില്ലാത്ത വഴി കൂടി വേണം ഇവനെ കൊണ്ടുപോകാൻ. അതെ, ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ പറയുന്നത് നമുക്ക് കാര്യം ചെയ്യാം. പോവാനോ? എന്നെ കൊണ്ട് ഒരു ചുവട് നടക്കാൻ വയ്യ. തന്നെ കൊണ്ടാ മതി. അവനെ നടക്കാൻ വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് നടക്കാൻ നിക്കേ. നല്ല ആളാണ്. ഞാൻ തന്നെ എവിടൊക്കെ തിരക്കി. എന്തിന്? തല്ലിക്കാനോ? കണ്ട് അതും ഇതും പറഞ്ഞ് മനുഷ്യനെ വിഷമിപ്പിക്കാതെ. ഞാനതെല്ലാം മറന്നു. ഇനിയെങ്കിലും നമുക്ക് സുഹൃത്തുക്കളായി കഴിഞ്ഞൂടെ? ഞാനെന്നും റെഡിയാ. ഞാന് എന്റെ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നിർത്തി ഇന്നത്തെ ഫ്ലൈറ്റ് അമേരിക്കക്ക് പോവാണ്. ഇനി ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തമ്മിൽ കണ്ടെന്ന് വരില്ല. നിനക്ക് വേണ്ട 10,000 റുപ്യ ഞാൻ തരാം. നീ എന്റെ കൂടെ എയർപോർട്ടിലേക്ക് പോര്. അവിടുന്ന് തരാം. അല്ലേ വേണ്ട, തീരെ സമയമില്ല. നീ ബാബുജി നഗറിന്റെ മുമ്പിൽ എന്താ മതി. ഞാൻ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യിൽ പൈസ കൊടുത്തേക്കാം. നിനക്ക് ആള് തരും. പിന്നെ ഞാൻ തിരികെ നടക്കണ്ടല്ലോ. അത് മതി. പിന്നെ ഒരു കാര്യം. എന്താ സാർ? പ്രൈവറ്റ് സെക്രട്ടറി എന്നെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? സാറില്ല, അതിനൊരു കോഡ് ഭാഷയുണ്ട്. അതെന്താ? അതായത് അവൻ വന്ന് ചെമ്മീൻ എന്ന് പറഞ്ഞാ നീ ഉടനെ ഐസ്ക്രീം എന്ന് പറയണം. അവൻ വന്ന് ഉറച്ച വരണം വേണോ എന്ന് ചോദിച്ചാൽ കയ്പുള്ള നെല്ലിക്ക മതി എന്ന് നീ പറയണം. അപ്പൊ അവനോട് തിരിച്ചറിയാലോ. മനസ്സിലാവും. അത്രയാണ് കോഡ്. പിന്നെ അത്രേ ഉള്ളൂ. ഉടനെ അവനോട് 10,000 രൂപ വാങ്ങും ചെയ്യാം. ഈ ഉപകാരം ഞാനൊരിക്കലും അഴാതെ. ഞാൻ നല്ലൊരു യാത്ര പോകുമ്പോ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാ ചിരിച്ചുകൊണ്ട് യാത്ര അയക്കല്ലേ വേണ്ടേ? മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസസ്. താങ്ക് യു വെരി മച്ച്. അപ്പം ബാബുജി നഗർ ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. താങ്ക് യു സാർ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. സാർ, ഈ ഫയലിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്. സാർ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ബാബുജി നഗറിന് മുമ്പിലെത്തിയാൽ വലിയൊരു കള്ളക്കടത്തുകാരനെ പിടിക്കാം. വാട്ട്? അതെ സാർ, അവൻ വലിയ കള്ളക്കടത്തുകാരനാ. സ്മഗ്ലർ അഴകപ്പൻ.
നിങ്ങളാരാ? ഞാനൊരു അഭ്യുദയകാംക്ഷി. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറ് തന്നെ നേരിട്ട് എന്ന് ഞാൻ പറഞ്ഞ കോഡൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവന്റെ മറുപടി കേൾക്കുമ്പോ സാർ തന്നെ ബോധ്യാവും. സാർ ചെമ്മീൻ എന്ന് പറയുമ്പോ ഐസ്ക്രീമെന്നും ഉറച്ച ഭരണം വേണമെന്ന് ചോദിക്കുമ്പോ കൈപ്പുള്ള നെല്ലിക്കാന്നും പറയും. ഇതാണ് കോഡ്. ഓഹോ, they are coming now. ആടാ, ഏതെല്ലാം വഴിക്ക് നീ എന്നെ ഒതുക്കുന്നോ അതിനപ്പുറത്തെ വഴിക്ക് വേലായുധൻ തമ്പി എന്നെ ഒതുക്കും. ചെമ്മീൻ, ഐസ്ക്രീം, ഉറപ്പുള്ള ഭരണം വേണം. കൈപ്പുള്ള നെല്ലിക്ക മതി. ഇപ്പൊ കോടി ശരിയായല്ലോ, ഇനി കാശിങ് എടുക്കും വേഗം. ഓഹോ, അപ്പൊ എനിക്ക് കിട്ടിയ ഫോൺ കോൾ കറക്റ്റ് ആയിരുന്നു. ഫോൺ കോളോ? സ്മഗ്ലർ അഴകപ്പ. സ്മഗ്ലറോ? ഞാനോ? ഞാനാണ് കസ്റ്റംസ് ഓഫീസർ ഡിസൂസ. യു ആർ അണ്ടർ അറസ്റ്റ്. ഓ, അത് ശരി. ഇനി പറ, ആർക്ക് വേണ്ടിയാണ് ഈ സ്മഗ്ലിംഗ് നടത്തുന്നത്? സാർ, ചോദിച്ചു കേട്ടില്ലേ? സാർ, ഞങ്ങളുടെ ബോസ് ആരാണെന്ന്, ഞങ്ങളുടെ കൊള്ള സംഘ തലവൻ ആരാണെന്ന് ഞാൻ സാറിനോട് പറയാം. പക്ഷേ ഒരു വാക്ക് തരണം, അയാളെ ഉപദ്രവിക്കരുത്. അയാൾ വെറും പാവമാണ് സാർ. പറ. വേലായുധൻ തമ്പി. ആരാ മനസ്സിലായില്ല? അഴകപ്പനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. എന്നെ സാർ, ബോസ് എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കൊള്ള സംഘത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ ഈ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. ദൈവമേ, ബോസ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നില്ല 1000 കിലോ സ്വർണം. അത് റെഡി ചെയ്തുകൊണ്ട് പോകാനാണ് അവർ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് അത് കാണിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ ഇടിക്കും. ഇല്ലേ സാർ? എടാ സാർ, ഏത് സ്വർണ്ണം എന്ത് സ്വർണ്ണം എനിക്കൊന്നും അറിയില്ല സാർ. അതിനെയും വേണ്ട, എവിടെയാ ഒളിപ്പിച്ചു വെച്ചത്? സത്യം പറ. സത്യമായിട്ട് സാർ എനിക്കൊന്നും അറിയില്ല സാർ. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്ക് പ്ലീസ്. എവിടെ സ്വർണ്ണം? സാറിനെ ഒന്ന് രക്ഷിക്കണം, അതിന് കയ്യോ. പറയിക്കാൻ എനിക്കറിയാം. ജോൺസൺ, നടക്ക്. അയ്യോ, കേരള വണ്ടി. മെല്ലെ ഞാൻ കയറിക്കോളാം. അയ്യോ അയ്യോ അയ്യോ, എനിക്കോ ദൈവമേ, സാറ് മർമ്മത്തിരിക്കലും സാർ. അയ്യോ ചമ്മേ, ചമ്മേ, അയ്യോ 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 ചമ്മേ, അയ്യോ പാവം സാർ. അയ്യോ അയ്യോ അയ്യോ. സാർ, ഇവൻ കള്ളക്കടത്താരനൊന്നല്ല സാർ, പാവാണ്. ഞാനാണ് സാറെ കള്ള ഫോൺ ചെയ്തത്. എന്നോട് ക്ഷമിക്കണം സാറേ. ഞാൻ പറഞ്ഞില്ലേ സാർ, ഇതാണ് കഥ. ശരിയാണ് സാർ. ഓക്കെ, നിങ്ങൾ സ്മഗ്ലർ അല്ലായിരിക്കാം, പക്ഷെ കസ്റ്റംസിന് തെറ്റായ ഇൻഫർമേഷൻ തന്നതിന്റെ പേരിൽ നിങ്ങളെ ചാർജ് ചെയ്യും. വേണ്ട സാർ, ഒരു തവണത്തേക്ക് ക്ഷമിക്കണം. മേലാൽ ഇയാൾ ഇങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം സാർ. ഓക്കെ, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എങ്ങനെയുണ്ട് വേലായുധൻ തമ്പി? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. നമുക്ക് നല്ല നിലയിൽ പോകാം. ഈ റഷ്യ അമേരിക്കൻ പോലെ ഏറ്റുമുട്ട രണ്ടു കൂട്ടരും വിവരം അറിയും. കറക്റ്റ് ആണേ.